കഥ അമ്മയെ മാപ്പ്. എഴുതിയത് മുരളീധരൻ പനമണ്ണ. ശബ്ദം ഇന്ദുമോഹൻ. അമ്മയെ മാപ്പ്. തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് അടച്ചുപൂട്ടിക്കിടന്ന തറവാടിൻ്റെ മുറ്റത്തുകൂടി നടന്ന് സ്റ്റെപ്പുകൾ കയറി ആഗതൻ തൊടിയിലെത്തി. JCB കൊണ്ട് തൊടി മണ്ണുമാന്തി ലെവൽ ചെയ്യുകയാണ്. JCBയുടെ പ്രവർത്തനങ്ങളിൽ തെല്ലൊരതിശയത്തോടെ നോക്കി നിന്നിരുന്ന ദേവൻ ആഗതനെ നോക്കി. കണ്ണിലേക്കടിക്കുന്ന വെളിച്ചത്തെ കൈപ്പത്തി കൊണ്ട് മറിച്ച് കണ്ണുകൾ ചിമ്മി ആഗതൻ ദേവനെയും. ഈ ശകുടത്തിൻ്റെ ഇരമ്പൽ കേട്ട് എന്താണെന്നറിയാൻ വന്നതാ. ആഗതൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദേവനെ ആളെ പിടികിട്ടി. ശങ്കരൻ മാമ, അമ്മയുടെ വകയിലെ ഒരു ജ്യേഷ്ഠനാണ്. ഹായ്, ഇത് ശങ്കരൻ മാമയല്ലേ? എന്തൊക്കെയുണ്ട് മാമ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖത്തിനൊന്നും ഒരു കുറവുമില്ല കുട്ടിയെ. അല്ല, എന്താ ഇവിടെ പരിപാടി? വീട് വയ്ക്കാനാണോ ഇങ്ങനെ നിരപ്പാക്കണത്? തറവാട് പൊളിയാറായി കിടക്കുകയല്ലേ, അതൊന്ന് നന്നാക്കിക്കൂടെ? അല്ല മാമേ, വീട് വയ്ക്കാനൊന്നുമല്ല, വിൽക്കാനാ. ചരിഞ്ഞും കുണ്ടും കുഴിയുമായി കാട് പിടിച്ച് കിടക്കുന്നതിനാൽ സ്ഥലത്തിനൊരു വിലയും ആര് കാണുന്നില്ല. എല്ലാം തട്ടി നിരത്തി വൃത്തിയാക്കിയിട്ടാൽ നല്ല വില കിട്ടൂത്രേ. ബ്രോക്കർ മണിയാ പറഞ്ഞത്. രണ്ടുപേരും നോക്കി നിൽക്കെ JCB ഒരു തെങ്ങിനെ പതുക്കെ തള്ളി. മണ്ണിൽ വർഷങ്ങളോളമായി ആഴത്തിൽ ബന്ധം സ്ഥാപിച്ചിരുന്ന വേരുകൾ മുറിഞ്ഞ് എല്ലാ ബന്ധങ്ങളെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് തെങ്ങ് തലതല്ലി വീണു. തൂങ്ങിക്കിടന്നിരുന്ന തേങ്ങയും ഇളനീരുമൊക്കെ ചുറ്റും ചിതറിത്തെറിച്ചു. പൂക്കുലകൾ എന്താണ് സംഭവിച്ചതെന്നറിയാതെ കിടന്ന് വിറച്ചു. അയ്യോ ഈശ്വരാ! ആ തെങ്ങ് തൻ്റെ നെഞ്ചിലേക്ക് വീണതുപോലെ ശങ്കരമാമ ഉറക്കെ ഈശ്വരനെ വിളിച്ചു. പിന്നെ ഇടനെഞ്ചിൽ തടവിക്കൊണ്ട് വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, 19 വർഷം പഴക്കം കാണും. ഇനിയും ഒരു 50 വർഷം കൂടി നിൽക്കുമായിരുന്നു. ഇതൊന്നും നിർത്തിയിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല മാമേ, ദേവൻ മറുപടിയേകി. JCB അടുത്ത തെങ്ങിനെ തള്ളിമറിച്ചിടാൻ ലക്ഷ്യമിടുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാനാകാതെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പതറുന്ന സ്വരത്തിൽ ശങ്കരമാമ പറഞ്ഞു, വേണ്ട കുട്ടി, വേണ്ട. അമ്മയുടെ ശാപം കിട്ടും. നിങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയതാ ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ മണ്ണിടിച്ച് നിരത്തി ഒന്നും നശിപ്പിച്ച് കളയരുത്. അറിയോ, തറവാട് ഭാഗം വെച്ചപ്പോൾ അവൾക്ക് കിട്ടിയതാണ് ഈ മലഞ്ചെരുവ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സൂര്യപ്രകാശം പോലും മണ്ണിലേക്ക് തട്ടാത്ത തരത്തിൽ ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ പണ്ട് അവൾ നിങ്ങൾക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചതാ. കുട്ടികൾക്ക് ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും ഒന്നിനും ഒരു കുറവുണ്ടാകരുതെന്ന് കരുതി. അരുത് കുട്ടിയെ, അരുത്. അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യരുത്. അവൾ മരിച്ചുപോയി എങ്കിലും ശരീരം മാത്രമേ ഭസ്മമായിട്ടുള്ളൂ. ആത്മാവ് ഇവിടെയൊക്കെ തന്നെയുണ്ട്. കാരണവന്മാർ സമ്പാദിച്ചു വച്ച തലമുറകളായി കൈമാറി വന്ന കുടുംബ സ്വത്താണിത്. അടുത്ത തലമുറകളിലേക്ക് കൈമാറേണ്ടവ. കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ കാത്തു സംരക്ഷിച്ചു വയ്ക്കാനുള്ള അവകാശമേ നമുക്കുള്ളൂ. വിറ്റു നശിപ്പിക്കാനുള്ള അവകാശമില്ല. പിന്നെ ഇതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ശരിക്കും മേലോട്ട് നോക്കിയേ. കണ്ടില്ലേ എത്ര തരം കിളികളാണ് മരക്കൊമ്പുകളിൽ ഭയചകിതരായി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? പരക്കം പായുന്ന അണ്ണാറക്കണ്ണന്മാർ, മൂളിപ്പറക്കുന്ന തേനീച്ചകൾ. ഇല്ല, ഒന്നും കാണില്ല. കാണാനുള്ള മനസ്സും ആർക്കും ഇല്ല. മാമ നിർത്താതെ തുടർന്നു. പഞ്ചഭൂതങ്ങളിൽ ഭൂമി ദേവിയാണ്, അമ്മയാണ്. അമ്മയുടെ മുലപ്പാൽ കുടിക്കാം. എന്നാൽ ഇങ്ങനെ മാന്തി അമ്മയുടെ നെഞ്ച് വിളക്കരുത്, ചോര കുടിക്കരുത്. കണ്ടിട്ടൊട്ടും സഹിക്കാൻ വയ്യാത്തോണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വിരോധം ഒന്നും തോന്നണ്ട. തൊടിയെന്ന് ശബ്ദം കേട്ടപ്പോൾ എന്താണെന്നറിയാൻ കയറി വന്നതാ. നിൽക്കണില്ല കുട്ടിയെ, വയ്യ, ഞാൻ പോട്ടെ. മറുകുടിക്ക് കാത്തു നിൽക്കാതെ ശങ്കരമാമ പടവുകൾ പതിയെ ഇറങ്ങി പടി കടന്ന് നടന്ന് നീങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ദേവൻ നോക്കി നിന്നു. മാമയുടെ വാക്കുകൾ തലയിൽ പെരുമ്പറ പൊട്ടി. ആകെ ഒരു അസ്വസ്ഥത, തലയ്ക്ക് വല്ലാത്തൊരു ഘനം. പടർന്നു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ അയാൾ ഇരു കാലുകളും നീട്ടിയിരുന്നു. എല്ലാം കണ്ടു വളർന്നവനാണ് താൻ. ടീച്ചറായിരുന്ന അമ്മ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ വെള്ളക്കുടവുമേന്തി ഇരുട്ടുന്നത് വരെ ഈ തോട്ടത്തിലായിരുന്നു. മക്കളെപ്പോലെ ചെടികളെയും പൂക്കളെയും പൂമ്പാറ്റകളെയും കിളികളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന അമ്മ ഒഴിവു ദിവസങ്ങളിലും തോട്ടത്തിൽ തന്നെയായിരുന്നു. അമ്മയുടെ ജീവനായിരുന്നു അവയെല്ലാം.
അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പഴയ കാര്യങ്ങൾ ഓർമ്മയിലെത്തിയപ്പോൾ കുറ്റബോധം കൊണ്ട് ഇരക്കപ്പൊറുതി ഇല്ലാതായി. മനസ്സ് പിടയ്ക്കാൻ തുടങ്ങി. JCBയുടെ ഡ്രൈവറെ വിളിച്ച് പണി നിർത്താൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ വാടകയും പിന്നെ കുറച്ച് എക്സ്ട്രാ പൈസയും കൊടുത്ത് അതിനെ ഒഴിവാക്കി ദേവൻ നേരെ പാടത്തിനക്കരെയുള്ള ശങ്കരൻ മാമയുടെ വീട്ടിലേക്ക് നടന്നു. എല്ലാം തട്ടി നിരത്തുന്നതിനു മുന്നേ തന്നെ തൻ്റെ അടഞ്ഞുപോയ കണ്ണുകളെ തുറപ്പിച്ച ശങ്കരൻ മാമയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കണം. പിന്നെ സ്വസ്ഥമായി ഇരുന്നൊന്ന് പൊട്ടിക്കരയണം. തലയ്ക്ക് മുകളിൽ നിന്ന് എരിയുന്ന സൂര്യൻ്റെ ചൂടിൽ തളർന്ന അവശനായി ദേവൻ ശങ്കരൻ മാമയുടെ വീടിൻ്റെ പടി കടന്ന് മുറ്റത്തെത്തി. പടി കടന്നു വരുന്ന തന്നെ നോക്കി നിന്നിരുന്ന 50 വയസ്സിനോടടുത്ത് പ്രായമുള്ള സ്ത്രീ ഉമ്മറത്ത് നിന്ന് ചോദിച്ചു, ആരാ? എന്താണ് വേണ്ടത്? ഞാൻ സരോജിനി ടീച്ചറുടെ മകൻ ദേവനാണ്. ദേവൻ ഡൽഹിയിലുള്ള? ആ അതെ. എന്നെ മനസ്സിലായോ? അവർ ചോദിച്ചു. ശങ്കരൻ മാമയുടെ ഇളയ മകൻ്റെ ഭാര്യ സരസ്വതി. ഇല്ല കേട്ടോ, കണ്ട ഓർമ്മ പോലും കിട്ടുന്നില്ല. ഇല്ല, ഞാനും കണ്ടിട്ടില്ല. എന്നാൽ ദേവനെക്കുറിച്ച് എല്ലാവരും ധാരാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെയോ? ആ. പിന്നെ ഞാനിപ്പോൾ വന്നത് ശങ്കരൻ മാമയെ ഒന്ന് കാണാനാ. ആളെവിടെയാണ് കിടക്കണേ? ആരെ? അച്ഛനോ? അവർ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, ശങ്കരൻ മാമ തന്നെ. കുറച്ചു നേരം മുമ്പ് തൊടി വെട്ടി നിരപ്പാക്കുന്നിടത്ത് വന്നിരുന്നു. എന്നിട്ട് കുറേ ഉപദേശിച്ചു. മരങ്ങളൊന്നും വെട്ടരുതെന്നും തൊടിയൊന്നും തട്ടി നിരപ്പാക്കരുതെന്നുമൊക്കെ. ഒട്ടും വിശ്വസിക്കാനാവാതെ അവർ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. ശങ്കരൻ മാമ മരിച്ചിട്ട് 6 വർഷമായിന്നോ? അതെ. അപ്പോൾ കുറച്ചു നേരം മുമ്പ് താൻ കണ്ടത്? കാലുകളിൽ വിറയൽ അനുഭവപ്പെട്ടു. തൊണ്ട വരണ്ടു. മുഖം വിളറി വെളുത്തു. ശരീരം വിറയലിൽ കുളിച്ചു. ശരീരം ആ സകലം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. തലയിലെ JCBയുടെ എറുമ്പലിനോടൊപ്പം ശങ്കരൻ മാമയുടെ വാക്കുകൾ. ശരീരം മാത്രമേ ഭസ്മമായിട്ടുള്ളൂ, ആത്മാവ് ഇവിടൊക്കെ തന്നെയുണ്ട്. ആകെ പരിഭ്രാന്തനായ ദേവൻ പിന്നീട് ഒന്നും പറയാൻ നിൽക്കാതെ നേരെ പാടവരമ്പിലൂടെ തിരിച്ചു നടന്നു. അല്ല, ഓടി. ഒരു വിധത്തിൽ തറവാടിൻ്റെ മുറ്റത്തെത്തി ഉമ്മറപ്പടിയിൽ തളർന്നു വീണു. അയാളെ തലോടാൻ മലഞ്ചെരുവിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഓടിയെത്തിയ കാറ്റിന് അമ്മയുടെ ഗന്ധം. തളർച്ചയിൽ അർദ്ധബോധാവസ്ഥയിൽ ഒരു കുട്ടിയെപ്പോലെ അയാൾ തേങ്ങി. അമ്മേ, അമ്മേ, മാപ്പ്, മാപ്പ്. ശുഭം.